നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിലെ നിയമവൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കാൻ വൈകുന്നതിനെ ചൊല്ലി വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ പോലും അന്വേഷണത്തിൽ വ്യക്തമായ പുരോഗതി ഉണ്ടാകണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിലെ ഇടതുപക്ഷ സർക്കാരിന് കീഴിലുള്ളവരാണെന്നും IPS റാങ്ക് ലഭിച്ചവരടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ സർക്കാരിൽ സ്വാധീനമുണ്ടെന്നുമൊക്കെ തന്നെ ആക്ഷേപമുണ്ട്. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ആയതുകൊണ്ട് തന്നെ ആരെയും അനാവശ്യമായിട്ട് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പ്രശാന്ത് തുടങ്ങിയവരെ ചോദ്യം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പല ആളുകളും പ്രവചിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനർത്ഥം അവർ കുറ്റവിമുക്തരായെന്നല്ല, മറിച്ച് വളരെ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ പെട്ടെന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കേസിനെ ദുർബലപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം ഭയക്കുന്നുണ്ട്. അന്വേഷണം മന്ദഗതിയിലാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഒരു ചെറിയ സൂചനയിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രമുഖരെ വരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് SITയുടെ നേട്ടമായി തന്നെ ഒരു വിഭാഗം ഇവിടെ കാണുന്നുണ്ട്. പത്മകുമാർ, വാസു തുടങ്ങിയ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരെ തൊടാൻ പോലും കഴിയില്ലെന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ അന്വേഷണം ഇത്രയും മുന്നോട്ട് പോയത്. അന്വേഷണം നിലവിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നത് ചില ശാസ്ത്രീയ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. PSSCയിൽ നിന്നുള്ള വിദഗ്ധ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. 1998 കാലഘട്ടത്തിൽ പണിത ഒറിജിനൽ ചെമ്പ് പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നും അതിന് മുകളിലാണോ പ്രശാന്തിനെ പോലുള്ളവർ പിന്നീട് സ്വർണം പൂശിയത് എന്നും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സ്വർണത്തിൻ്റെ അളവിലും തൂക്കത്തിലും വന്ന വ്യത്യാസം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് പോലും കുറ്റം ചുമത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളില്ലാതെ കോടതിയിൽ കേസ് നിലനിൽക്കില്ലെന്ന ബോധ്യം SITക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള അറസ്റ്റുകളേക്കാൾ ശാസ്ത്രീയമായ കുറ്റപത്രം തയ്യാറാക്കുന്നതിനാണ് അവരിപ്പോൾ മുൻഗണന നൽകുന്നത്. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും കേസിനെ സമീപിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ്. കേസ് ഡയറി നേരിട്ട് പരിശോധിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന് അന്വേഷണത്തിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ പൊതുവായ സാഹചര്യങ്ങളെയും പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെയും അടിസ്ഥാനമാക്കി വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ഡിവിഷൻ ബെഞ്ചിൻ്റെ തൃപ്തിയെയാണ് രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണം മെല്ലെപ്പോക്കാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുമ്പോഴും കോടതിയുടെ കർശന നിരീക്ഷണമുള്ളതിനാൽ തന്നെ അന്വേഷണത്തിൻ്റെ ദിശ മാറ്റാൻ സാധിക്കില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഏത് ഭരണകാലത്തും സ്വാഭാവികമാണെങ്കിലും ശബരിമല പോലെയുള്ള വൈകാരികമായ ഒരു വിഷയത്തിൽ കോടതിയെ കബളിപ്പിക്കുക അത് അസാധ്യമാണ്. രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഈ കൊള്ളയിലൂടെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നതാണ് SITക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. വെറുതെ പ്രതികൾക്കൊപ്പം ഫോട്ടോ എടുത്തുവെന്നതോ അല്ലെങ്കിൽ അവരെ പരിചയമുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് നിലനിൽക്കില്ല. സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ തെളിവുകൾ വരുന്നതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഒരുപക്ഷെ വൈകിയേക്കാം. എത്ര വലിയ പ്രമുഖനായാൽ പോലും ഈ കൊള്ളയിൽ പങ്കുചേർന്ന ആരെയും നിയമത്തിന് മുന്നിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന ശക്തമായിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയം അത് വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. പുതിയ സർക്കാർ വന്നാൽ അന്വേഷണം നിലയ്ക്കുമോ എന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇത്തരം അന്വേഷണങ്ങൾ സർക്കാർ മാറിയാലും അട്ടിമറിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. SIT നൽകുന്ന റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ കൃത്യമായി പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് പരിശോധനകളും അതോടൊപ്പം തന്നെ PSSCയുടെ റിപ്പോർട്ടും ഒക്കെ തന്നെ ലഭിക്കുന്ന മുറയ്ക്ക് ഇപ്പോൾ കൂടുതൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ ഈ കേസിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അന്വേഷണം മന്ദഗതിയിലാണെന്നത് ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണോ അതോ സാങ്കേതികമായ തടസ്സമാണോ എന്നത് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന കുറ്റപത്രത്തിലൂടെ ആയിരിക്കും വ്യക്തമാവുക.